ലൈഫ് സ്റ്റൈൽ തീരുമാനിക്കുന്നത് അയലക്കത്തുകാരനല്ല, പകരം എൻ്റെ വരുമാനമാണ് എന്നതാണ് പ്രധാനം. നിങ്ങളുടെ കയ്യിൽ 50,000 രൂപയുണ്ട്. ഈ 50,000 രൂപ നിങ്ങൾ പെട്ടിയിൽ വെച്ച് കൂട്ടി. നിങ്ങൾ രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും അവിടെ 50,000 തന്നെ ഉണ്ടാവുള്ളൂ. പകരം 50,000 രൂപ ലോൺ വാങ്ങിച്ചു. ഇന്ന് രാത്രി കിടന്നുറങ്ങി. നാളെ രാവിലെ ആ ലോൺ 50,000 അല്ല, ഒരു ദിവസത്തെ ഇൻട്രസ്റ്റ് കൂടി കയറി വരും. അപ്പൊ നിങ്ങൾ ഉറങ്ങുമ്പോഴും കടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരാളുടെ സാമ്പത്തിക ആരോഗ്യം തീരുമാനിക്കുന്നത് പ്രധാനമായി 4 കാര്യങ്ങളാണ്. നമസ്കാരം സർ. നമസ്കാരം സർ, നമ്മുടെ ലൈഫിലൊരു പേഴ്സണൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സർ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പലരും പറയുന്ന ഒരു പരാതിയാണ്, ഞാൻ ഒത്തിരി ഏൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ഞാനത്ര ഹാപ്പി അല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാവാം. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നമ്മുടെ ലൈഫിൽ ഒരു പേഴ്സണൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചെയ്യാം? സാർ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സാറിന് എന്താണ് പറയാനുള്ളത്? നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, ഞാൻ ഹാപ്പി അല്ല. അതിൽ 2 കാര്യങ്ങളുണ്ട്. നല്ല ശമ്പളം കിട്ടുന്നതുകൊണ്ട് ഹാപ്പി ഉണ്ടാവണം നിർബന്ധമില്ല. ഹാപ്പിനെസ് പണവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ചിലപ്പോൾ നല്ല ശമ്പളം ഉണ്ടാകും, ഹാപ്പി ഉണ്ടാവില്ല. ശമ്പളമേ ഉണ്ടാവില്ല, ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഹാപ്പിനെസ്സുമായി അത് ബന്ധമില്ല. എന്നാൽ നല്ല ശമ്പളം കിട്ടിയിട്ടും കയ്യിലൊന്നുമില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ആളുകൾ പറയുന്നത് സാമ്പത്തികത്തിനെ മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നതാണ്. കാരണം ഈ സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന പലതും പല ശീലങ്ങളാണ്. ഉദാഹരണം, നമുക്ക് പണം സേവ് ചെയ്യുക ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ശീലമാണ്. അത് നിങ്ങൾ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് വരുമാനം ഉള്ളപ്പോൾ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ വലിയ എമൗണ്ട് വരുമാനം വരുമ്പോഴും നിങ്ങൾ ചെയ്യില്ല. 10,000 രൂപ ഉള്ളപ്പോൾ 1000 രൂപ മാറ്റിവെക്കാൻ പറ്റാത്ത ആൾ 1,00,000 രൂപ വരുമ്പോൾ 10,000 രൂപ ഞാൻ മാറ്റിവെക്കും എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം സ്വാഭാവികമായി അന്ന് നിങ്ങൾക്ക് വേറെ ചിലവുകളുണ്ടാവും. അപ്പോൾ ഇതൊന്നും അമൗണ്ടുമായി ബന്ധപ്പെട്ടതല്ല. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ വീഡിയോ ഇടുമ്പോൾ താഴെ ആളുകൾ കമൻ്റ് ഇടുന്ന കാണാം, ഇത് പൈസക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, പാവപ്പെട്ടവൻ എന്താണ്? എനിക്കതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ്. പാവപ്പെട്ടവനും ഒരു മാസം ഒരു 500 രൂപ മാറ്റി വെക്കാം. ഒരു മാസമാണേ, ഡെയിലി അല്ല. ഒരു ദിവസം 500 രൂപ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു SIP-യിൽ ചേരാൻ പറ്റും. പക്ഷേ നമ്മുടെ ആളുകൾ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. വലിയ എമൗണ്ട് വരട്ടെ, ചെയ്യാം, ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ സാമ്പത്തിക മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പഠിച്ചെടുക്കേണ്ട സാധനമാണ്. അത് ചില കുടുംബങ്ങളിൽ പഠിപ്പിക്കും, ചില കുടുംബങ്ങളിൽ പഠിപ്പിക്കില്ല. ഇപ്പം എൻ്റെ ഫാമിലിയിലൊന്നും അതൊന്നും ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു 34 വയസ്സായപ്പോഴാണ് ആദ്യമായി ഇത്തരം ശീലങ്ങൾ പഠിക്കാൻ തുടങ്ങിയത്. അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കി തന്നു. ഈ സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നില്ല, നമ്മുടെ ഒരു ചെറിയ ഏജ് മുതലേ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയണേ, നമ്മൾ പറയും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും, പക്ഷെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയില്ല. നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത് ചിലപ്പോൾ നമ്മളൊരു ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പഠിച്ചൊരു ജോലിയിലൊക്കെ കയറി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അറിയുന്നത്. ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിലേ മുതൽ ഇങ്ങനെ ഒരു മെന്റാലിറ്റി ബിൽഡ് ചെയ്ത് വന്ന് നമ്മൾ സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് ഒരു ലോങ് ടേമിൽ നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാക്കും. ഇപ്പൊ പേരൻസ് ഇത് ചെയ്താലാണല്ലോ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുക. പേരൻസിന് അങ്ങനെ ഒരു ശീലങ്ങളില്ല, അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. കുട്ടികളെ എങ്ങനെയാ പഠിപ്പിക്കുക? ഇപ്പൊ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്കൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, അവർക്ക് നമ്മൾ കൊടുക്കുന്ന പോക്കറ്റ് മണി, ആ പോക്കറ്റ് മണിയിൽ അവരുടെ നിശ്ചിത എമൗണ്ട് ചെലവാക്കിയതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് എങ്ങനെയാണ് സേവ് ചെയ്യുക. അപ്പോൾ ഉദാഹരണം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എൻ്റെ വീട്ടിലൊരു മക്കൾക്ക് വിഷ്കൈറ്റം കിട്ടി. അപ്പോൾ പല സ്ഥലത്തു നിന്നും കിട്ടിയപ്പോൾ നല്ലൊരു എമൗണ്ട് അവർക്ക് വന്നു. ഇത് അവർ എന്താ ചെയ്യുന്നത്? ഇതിൽ കുറച്ച് പൈസ അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെലവാക്കാം, ബാക്കി പൈസ എങ്ങനെയാണ് സേവ് ചെയ്ത് വെക്കേണ്ടത്? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ മക്കളെ പഠിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീട്ടിലെ ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ, ബിസിനസ്സിലെ ബഡ്ജറ്റൊക്കെ നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. നമ്മൾ വീട്ടിലെ ബഡ്ജറ്റിലേക്ക് വരുമ്പോൾ നമുക്കത് എങ്ങനെ പ്ലാൻ ചെയ്യാം? സാർ നേരത്തെ ഒരു റൂളൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഇത്ര % മാറ്റി വെക്കണം,
നെസസിറ്റീസിന് ഇത്ര മാറ്റി വെക്കണം, നമ്മുടെ എന്റർടൈൻമെന്റ് ഇത്ര മാറ്റി വെക്കണം, അതെങ്ങനെയാ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും? അല്ല, ഈ ബഡ്ജറ്റിംഗ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മുടെ ഭൂതകാലത്തിനെ ഒന്ന് വിലയിരുത്തണം എന്നാണ്. ഭൂതകാലത്തിനെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ വരവെന്താ, കഴിഞ്ഞ മാസത്തെ ചെലവെത്ര, അതിന് മുമ്പത്തെ മാസം വരവെത്ര, ചെലവെത്ര, ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ വേണം. അപ്പൊ അക്കൗണ്ട് എഴുതുക എന്ന് പറയും. അപ്പൊ നമുക്കൊരു തൂക്കോളം അക്കൗണ്ട് ബുക്ക് മേടിച്ച് നമ്മുടെ ഒരു ദിവസത്തെ നമുക്ക് പൈസ വരവ് വന്നു, അത് എഴുതി വെക്കാം. ഇന്ന കാര്യത്തിന് ഇത്ര രൂപ ചെലവ് വന്നു, അങ്ങനെ എഴുതി വെക്കാം. ഇതൊരു ശീലമാണ്. അത് ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഏത് കാര്യത്തിലാണ് കൂടുതൽ പൈസ ചെലവാകുന്നത് എന്ന്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാ മാസവും ചെലവ് എഴുതി വെച്ചു. അപ്പൊ നമുക്ക് പെട്രോളിന് എത്ര രൂപ ചെലവായി, പച്ചക്കറിക്ക് എത്ര രൂപ ചെലവായി, നമ്മൾ എന്റർടൈൻമെന്റിന് എത്ര രൂപ ചെലവായി, ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഏതിലെങ്കിലും ഒന്നിൽ നമ്മുടെ കൺട്രോൾ വിട്ടു പോകുന്നു, കഴിഞ്ഞ 2 മാസത്തിനേക്കാൾ കൂടുതൽ പോയെങ്കിൽ നമുക്കത് എന്താണെന്ന് അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഒരു പേഴ്സണൽ ലൈഫിൽ കൊണ്ടുവരേണ്ടത് വലിയ അനിവാര്യമാണ്. ഞാൻ 34-ാമത്തെ വയസ്സിലാണ് കണക്കെഴുതാൻ തുടങ്ങിയത്. അതെനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബഡ്ജറ്റ്, അടുത്ത മാസം ഇല്ലെങ്കിൽ ഈ വരുന്ന കൊല്ലം എത്ര രൂപ മൊത്തം വരുമാനം വരാൻ സാധ്യതയുണ്ട്, അതിൽ എത്ര രൂപ ചെലവാക്കാം, നമുക്ക് എത്ര രൂപ നീക്കിയിരിപ്പ് വേണം, അപ്പോൾ ആ ചെലവാകുന്ന പൈസ ഏതിനൊക്കെ എത്ര ശതമാനം വരെ ആവാം എന്നതൊക്കെ നമുക്ക് മുൻകൂട്ടി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് കുറേ കൂടി ക്ലാരിറ്റി കിട്ടും. ഉദാഹരണം, ഈ ഒരു മാസം ഭക്ഷണം കഴിക്കാൻ, പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ഇത്ര രൂപ എന്നൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും മാസം അതിനേക്കാൾ കൂടുതൽ ഭക്ഷണം പുറത്ത് കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ മാസം ഒന്ന് കുറയ്ക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ബഡ്ജറ്റിംഗ് വേണം. പിന്നെ വരുന്ന വരുമാനത്തിനെ ക്രമീകരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു വരുമാനവും സ്ഥിരമല്ല. നമുക്കിപ്പോൾ നല്ല ജോലി കിട്ടുന്നു, നല്ല വരുമാനം വരുന്നു, ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് ജീവിതകാലം മുഴുവൻ വരുന്നു. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ലോകത്ത് ഒരു വരുമാനവും സ്ഥിരമല്ല. അപ്പോൾ വരുമാനം വരുന്ന സമയത്ത് ഇതിനെ കൃത്യമായി ചാനലൈസ് ചെയ്യണം. എന്താണ് അപ്പോൾ നോർമലി പറയുന്നത്, ഇതിൽ എക്സെപ്ഷനൊക്കെ ഉണ്ടാവാം, ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം. നോർമലി പറയുന്നത് നമ്മുടെ വരുമാനത്തിന് 50% നമുക്ക് ചെലവാക്കാം എന്നാ പറയുക. 50% ചെലവാക്കാം, 50-60% കൂടി ചെലവാക്കാം. അതായത് EMI, പച്ചക്കറി, വീട്ടിലെ ചെലവ്, ഇതെല്ലാം ഇതിൽ പോകണം എന്നതാണ്. ബേസിക് നീഡ്സ് ആയിട്ടുള്ളത് അതിൽ പോകാം. അതെ. പിന്നെ ഒരു 10-20% വരെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റിനായി മാറ്റിവെക്കണം. അതായത് ഇപ്പൊ നമുക്കൊരു 50,000 രൂപ ഒരു മാസത്തെ വരുമാനമാണെങ്കിൽ അതിൻ്റെ ഒരു 10-20%, ഒരു 10,000 രൂപ, 5,000 രൂപ തൊട്ട് 10,000 രൂപ വരെ സേവിങ്സിനോ ഇൻവെസ്റ്റ്മെന്റിനോ. അപ്പൊ സേവിങ്സ് എന്ന് പറയുന്നത് ഒരു 3 മാസം തൊട്ട് 6 മാസത്തെ പൈസ സേവിങ്സിലാണ് പൊതുവെ ഐഡിയൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു മാസത്തെ ചെലവ് 50,000 രൂപയാണെങ്കിൽ ഒരു 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം രൂപ വരെ നമുക്ക് എവിടെയെങ്കിലും സേവിങ്സ് ആയിട്ട് വെക്കാം. ബാക്കിയുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റുന്നതാണ്. എന്താ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കൂടുതൽ തരും, സേവിങ്സ് റിട്ടേൺ കുറവ് തരും. ഇൻവെസ്റ്റ്മെന്റിന് റിസ്ക് ഉണ്ട്, സേവിങ്സിന് റിസ്ക് ഇല്ല. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റ് ഒരു 10-20% മാറ്റിവെക്കാം. എന്റർടൈൻമെന്റ് പരിപാടികൾക്ക് വേണ്ടി നമുക്കൊരു 10% മാറ്റിവെക്കാം. പിന്നെ വിദ്യാഭ്യാസം, അതിനുവേണ്ടി ഒരു 5-10% മാറ്റിവെക്കാം. ചാരിറ്റിക്ക് ഒരു 5-10% മാറ്റിവെക്കാം. അങ്ങനെ ഒരു 100%-ന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാമെങ്കിൽ, ഇത് ഒരു റെഡിമെയ്ഡ് സൂക്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇതിൽ വ്യത്യാസം കൊണ്ടുവരും. പക്ഷെ ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾ മാറ്റിവെക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വരുമാനമില്ലാത്തൊരു കാലത്ത് നിങ്ങളെ സഹായിക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. ഈ നീക്കിയിരിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് ഇപ്പൊ നമുക്കൊരു എമർജൻസി ഫണ്ട് എന്നുള്ളൊരു ഫണ്ട് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതല്ലേ? ഇപ്പൊ നമ്മൾ സേവ് ചെയ്യുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ബട്ട് നമുക്കിപ്പോൾ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം വന്നു, അതിന് വേണ്ടിയിട്ട് കൂടി ഒരു എമൗണ്ട് നീക്കി വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു 3 മാസം തൊട്ട് 6 മാസം വരെയുള്ള ഒരു ചെലവ് ഒരു ഐഡിയൽ ഫിഗർ ആണ് എന്നതാണ്. അതായത് ആ പൈസ നമ്മളങ്ങനെ നമുക്കൊരു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സങ്കല്പം വരണമെന്ന് ചോദിച്ചാൽ, നമുക്കൊരു അസുഖം വന്നാൽ ചിലപ്പോൾ അതൊരു 3 മാസം വരെ, അതിൽ കൂടുതൽ വരുന്നത് ഭയങ്കര ക്രിട്ടിക്കലായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു 3 to 6 months സേവിങ്സ് ആയിരിക്കട്ടെ,
ബാക്കി ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്, നമുക്കത് എപ്പോഴെങ്കിലും തിരിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ പലപ്പോഴും ലൈഫിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉള്ളത്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഒരു ചാൻസ് ഉള്ളത് നമ്മൾ മറ്റൊരാളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും നോക്കും. ലൈക്ക് കോപ്പി ക്യാറ്റ് ചെയ്യാന്ന് പറയും. നമ്മുടെ കയ്യിൽ അത്ര ഇല്ല എങ്കിൽ കൂടിയും അയാൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇതല്ലേ ഒരു റീസൺ എന്ന് പറയുന്നത്? ഇതല്ലേ ശരിക്കും ഒരു ആളുടെ സാമ്പത്തിക ആരോഗ്യം? ഇപ്പോൾ നമ്മുടെ ആരോഗ്യം തീരുമാനിക്കുക, നമ്മുടെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരാളുടെ സാമ്പത്തിക ആരോഗ്യം തീരുമാനിക്കുന്നത് പ്രധാനമായി 4 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ വരുമാനം. 2, നിങ്ങളുടെ സേവിങ്സ്. 3, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ്. 4, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. കാരണം ഈ പൈസ സേവിങ്സിലോ ഇൻവെസ്റ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലോ ആയിരിക്കും പോവുക. അപ്പോൾ ഇത് 4 നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഫ്യൂച്ചറിന് അനിവാര്യമാണ്. ലൈഫ് സ്റ്റൈൽ വേണ്ടെന്നല്ല. ലൈഫ് സ്റ്റൈൽ തീരുമാനിക്കുന്നത് അയലക്കത്തുകാരനല്ല, പകരം എൻ്റെ വരുമാനമാണ് എന്നതാണ് പ്രധാനം. എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരാൾക്ക് ബെൻസോ BMW ഉണ്ടാവാം. അത് അയാൾ ഫിനാൻഷ്യൽ ആരോഗ്യമുള്ള ആളാണെങ്കിൽ അയാളുടെ വരുമാനത്തിനനുസരിച്ചായിരിക്കും അയാൾ മേടിച്ചേക്കുന്നത്. ഞാൻ അതായിട്ടുള്ള താരതമ്യം ചെയ്യുക. പകരം എൻ്റെ വരുമാനം അതിന് പ്രാപ്തമാണെങ്കിൽ ഉറപ്പായും നമ്മളത് ഉപയോഗിക്കണം. അല്ലാണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുക്ക കഞ്ഞിയായി പിശുക്കനായി ജീവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷെ കോപ്പി ചെയ്യുന്നത് ഇഷ്യമാണ്. കോപ്പി ചെയ്താൽ നിങ്ങൾക്ക് വേറെ ആളെ നോക്കി, ഇപ്പം ഒരാൾ നല്ല വണ്ടി വാങ്ങിച്ചു നമുക്ക് വാങ്ങാം, പക്ഷെ വാങ്ങുമ്പോൾ എൻ്റെ വരുമാനം അതിന് അനുയോജ്യമാണോ എന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ പുറത്തു പോയി ഒത്തിരി പ്രവാസികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ പുറത്തു പോകും, പണം ഉണ്ടാക്കും, ആ പൈസ ടോട്ടലി ഇവിടെ കൊണ്ടുവന്ന് വീട് പോലത്തുള്ള കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. വീട് ഒരു അസറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റ് ആണ്, പക്ഷെ അത്രയും എമൗണ്ടിന് അത് വീടിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും അത് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും അതൊക്കെ ഒരു റീസൺ അല്ലേ? വീട് വെക്കാമോ വെച്ചൂടെ, ഇതൊരു പലപ്പോഴും ഞാൻ ഈ ചർച്ച കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട് വെച്ചത് എൻ്റെ 44-ാമത്തെ വയസ്സിലാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ വീട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ വീട്, അത് വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു. താമസിക്കാൻ വേണ്ടി ഞാൻ വീട് വാങ്ങിച്ചത് 44-ാമത്തെ വയസ്സിലാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ആ സമയം വരെ വീട് ഒരു നല്ല സെറ്റാന്ന് തോന്നിയിട്ടില്ല. ഇപ്പോഴും ആ അഭിപ്രായത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ വീട് വാങ്ങാം. കാരണം വീട് നമ്മുടെ ഒരു ഫാമിലിയുടെ, നമ്മൾ മാത്രമല്ലല്ലോ കുടുംബത്തിൽ കഴിയുന്നത്. അമ്മ, അച്ഛൻ, ഭാര്യ, മക്കൾ, അപ്പോൾ എല്ലാവരുടെ താല്പര്യം കൂടിയാണ്. എനിക്ക് എൻ്റെ വാശി മാത്രമല്ലല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വീട് വാങ്ങാം. പക്ഷെ വീട് വാങ്ങുമ്പോഴും നമ്മൾ എന്തിനാണ് വീട് വാങ്ങുന്നത്? ആ വീട് ആസ്വദിക്കാനും ആ വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാനുമാണല്ലോ. കയ്യിൽ മൊത്തത്തിലേ 20 ലക്ഷം ഉള്ളൂ, എന്നിട്ട് 1 കോടി രൂപയുടെ വീട് വാങ്ങുന്നു. 80% ലോൺ നാട്ടുകാർ തരും, നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നിട്ട്. പിന്നീട് ഈ 80 ലക്ഷം രൂപ അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഓടുന്ന ഓട്ടം കാരണം ആ വാങ്ങിച്ച വീട്ടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ. എന്തിനു വീട് വാങ്ങിക്കണേ? അതിനേക്കാൾ നല്ല വാടക വീട്ടിൽ താമസിക്കണല്ലേ. അപ്പം ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് വീട് വാങ്ങിക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, ഞാൻ എൻ്റെ മനസ്സിലാക്കൽ പ്രകാരം, ഒരാളുടെ മൊത്ത സ്വത്തിൻ്റെ 20% കൂടുതൽ ഒരു വീടിന് വേണ്ടി മുടക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു പേഴ്സണൽ ഫിനാൻസ് റൂൾ ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. പലപ്പോഴും വീടിന് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഡിസിഷനിലേക്ക് പോകുന്നത്. കൂടുതൽ പണം സ്പെൻഡ് ചെയ്ത് അത് വെക്കണം, വീടുണ്ടാകുന്ന ഒരു പ്രൗഡാണ് എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ട്. അതങ്ങനെ തന്നെയാണ്. പക്ഷെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യം. സാമ്പത്തികത്തിന് എമോഷൻ ഇല്ല. സാമ്പത്തികത്തിന് എമോഷൻ ഇല്ല. കാരണം ഫിനാൻസ് എന്ന് പറയുന്നത് നമ്പറാണ്. നമ്പറുകൾക്ക് വികാരമില്ല.
4ഉം 3ഉം കൂട്ടിയാൽ 7ആണ്. നിങ്ങൾ സങ്കടപ്പെട്ടിരുന്നാലും, നിങ്ങൾ സന്തോഷത്തിലിരുന്നാലും, നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നാലും 7 തന്നെയാണ്. അപ്പോൾ വൈകാരിക കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കണ്ടെന്നോ പൈസ മുടക്കണ്ടെന്നോ അല്ല. പക്ഷെ ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ വരുമ്പോൾ വെറും വികാരത്തിൻ്റെ പുറത്താണ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് ഒരു ബാലൻസിങ്ങോ അല്ലെങ്കിൽ ഒരു റേഷണൽ തോട്ടോ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. ഡെപ്റ്റ് മാനേജ്മെന്റിലേക്ക് വരാം. കടം മാനേജ് ചെയ്യുന്ന കാര്യം ശരിക്കും നമ്മൾ കുറേ കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ബോറോ ചെയ്യും. ബട്ട് അത് കറക്റ്റായിട്ട് അടച്ചു പോകാനായിട്ടുള്ള ഒരു പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മളത് അറിയാതെ സ്കിപ്പായി പോകാറുണ്ട്. അപ്പോൾ ഈ ഡെപ്റ്റ് മാനേജ് ചെയ്യുന്നതിൽ വരുന്ന പാകപ്പിഴകൾ ശരിക്കും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അഫക്റ്റ് ചെയ്യില്ലേ? ആദ്യം കടം വാങ്ങാമോ വാങ്ങിച്ചൂടെ എന്നൊക്കെ ചർച്ച നടക്കാറുണ്ട്. ഞാൻ കടം വാങ്ങുന്നതിനെതിരല്ല. ബിസിനസ്സിലായാലും പേഴ്സണൽ ലൈഫിലായാലും കടം വാങ്ങാം. പക്ഷേ ഈ കടം നിങ്ങൾ എന്തിനാണ് വാങ്ങുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പേഴ്സണൽ ലോൺ, അതായത് ഒരാൾ എടുക്കാവുന്നതിൽ ഏറ്റവും കൂടുതൽ പലിശ വരുന്നത് പേഴ്സണൽ ലോണിനും ക്രെഡിറ്റ് കാർഡിൻ്റെ ലോണിനുമാണ്. പേഴ്സണൽ ലോൺ എടുത്ത് നിങ്ങൾ ടൂർ പോവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ലോൺ എന്തിനാണ് എടുക്കണേ? ലോൺ നമ്മൾ എടുക്കുന്നത് അതിലൂടെ ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനാണ് എങ്കിൽ ആ ലോൺ ന്യായീകരിക്കപ്പെടുന്നതാണ്. അതെങ്ങനെയാ പറയാം? ഉദാഹരണം, ഞാനൊരു ബാങ്കിൽ നിന്ന് 10% ലോൺ എടുത്തു. ആ പൈസ ഉപയോഗിച്ച് ഞാൻ ഒരു 15-20% റിട്ടേൺ ഉണ്ടാക്കിയാൽ എനിക്കതുകൊണ്ട് നേട്ടമുണ്ടായി എന്ന് പറയും. അല്ലാതെ ലോൺ എടുത്തിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾക്ക് ടൂർ പോകാനും വെള്ളമടിക്കാനും എങ്ങനെയാണ് ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുക എന്ന് പറയുക. ഇനി നിങ്ങൾ ലോകത്ത് ഏത് ലോൺ എടുക്കണം, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ ബാങ്ക് ആയിക്കോട്ടെ, ഏത് ലോൺ എടുക്കുമ്പോഴും കൃത്യമായി തിരിച്ചടയ്ക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നിങ്ങൾ ഉണ്ടാക്കണം എന്നതാണ്. എന്താണെന്നറിയോ? കടം വാങ്ങിച്ച പൈസ, ഉദാഹരണം നിങ്ങളുടെ കയ്യിൽ 50,000 രൂപയുണ്ട്. ഈ 50,000 രൂപ നിങ്ങൾ പെട്ടിയിൽ വെച്ച് പൂട്ടി. നിങ്ങൾ രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും അവിടെ 50,000 തന്നെ ഉണ്ടാവുള്ളൂ. പകരം ഇന്ന് നിങ്ങൾ 50,000 രൂപ ലോൺ വാങ്ങിച്ചു, ഇന്ന് രാത്രി കിടന്നുറങ്ങി, നാളെ രാവിലെ ആ ലോൺ 50,000 അല്ല, ഒരു ദിവസത്തെ ഇൻട്രസ്റ്റ് കൂടി കയറി വരും. അപ്പോൾ നിങ്ങൾ ഉറങ്ങുമ്പോഴും കടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ കടത്തിനെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ഇത്ര ചെറിയ കടമായാലും വലിയ കടമായാലും ഒരു നോട്ടം അതിൻ്റെ മേത്ത് വേണം. അത് എങ്ങനെയാണ് വളരുന്നത്, അത് വളരാതിരിക്കാൻ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾമെൻറ്റുകൾക്ക് ഇൻട്രസ്റ്റ് എത്രയാണ്, ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ വല്ല മാർഗങ്ങളുണ്ടോ, എങ്ങനെയാണ് നമ്മൾ തിരിച്ചടയ്ക്കാൻ പറ്റുക, അതിനുള്ള വരുമാനം എങ്ങനെ വരും, ഇത്തരം കാര്യങ്ങളിലൊക്കെ നന്നായി ഡെറ്റ് മാനേജ്മെൻറ്റ് നന്നായി ചെയ്താൽ കടം നമുക്ക് ഗുണകരമേ ആവുള്ളൂ. അല്ലാണ്ട് കടം മേടിക്കുന്നത് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് തെറ്റാണെന്ന് വെച്ചാൽ, ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണ്. എനിക്ക് 3 ക്രെഡിറ്റ് കാർഡുണ്ട്. 3 ക്രെഡിറ്റ് കാർഡ് ഞാൻ വളരെ മനോഹരമായി ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് ഓരോന്നും 10 ദിവസത്തെ ഗ്യാപ്പാണ്. അപ്പോൾ എനിക്ക് എപ്പോൾ വാങ്ങിച്ചാലും ഒരു 40 to 50 ഡേയ്സ് കിട്ടും. അപ്പോൾ അതിനെ നന്നായി വിനിയോഗിക്കുന്നത് അത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. അല്ലാണ്ട് ക്രെഡിറ്റ് കാർഡ് മേടിച്ചിട്ട് അതിന് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ കടം വാങ്ങിക്കാമോ? കടം വാങ്ങിക്കാം. കടത്തിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെങ്കിൽ വാങ്ങിക്കുകയും നന്നായി ഉപയോഗിക്കുകയും ചെയ്യുക. സാമ്പത്തിക അച്ചടക്കമാണ് നിങ്ങളുടെ അച്ചടക്കത്തിൻ്റെ ഒരു അടയാളം. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇസ് ദ ന്യൂമറിക്കൽ ടേംസ് ഓഫ് യുവർ ഡിസിപ്ലിൻ. സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ആൾ ജീവിതത്തിൽ അച്ചടക്കമുള്ള ആളാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. സർ, നമ്മുടെ ലൈഫിലുള്ളൊരു പേഴ്സണൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ പറ്റി ഒത്തിരി ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇൻസൈറ്റ്ഫുൾ, ഇത് നമ്മളെല്ലാം നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. ലൈക്ക് ഇപ്പോൾ ബഡ്ജറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ എങ്ങനെ എമൗണ്ട് മാറ്റി വെക്കണം, ഡെപ്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റി കുറേ കാര്യങ്ങൾ സാറ് ഡിസ്കസ് ചെയ്തു. ഒത്തിരി ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. നമ്മൾ അപ്പോൾ ഇനിയും നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വരുന്നതാണ്. സാറിൻ്റെ ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് സർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇനിയും നല്ലൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.